ഹലോ എവരിവൺ, വെൽക്കം ടു കേസ് സ്റ്റഡി സീരീസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറൊരു കേസ് സ്റ്റഡീസ് ആണ്. എന്നും പറയുന്ന പോലെ തന്നെ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് അക്കാദമിക്കലി നമുക്ക് എങ്ങനെ എക്സാമിന് കൺവീൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ സൊല്യൂഷൻ എഴുതാം. ഓക്കെ, സോ കേസ് സ്റ്റഡീസിലേക്ക് പോവാം. കേസ് സ്റ്റഡി ഞാൻ വായിക്കാം. യു ദ ചെയർമാൻ ഓഫ് ദി സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ come to know that there were instances of rampant cheating in the competitive exam conducted recently by the State Public Service Commission. Your daughter, who also appeared in this exam and is confident of clearing, is corroborated the same exam. However, she denied engaging in any such activity herself. Okay, whatever decision the commission take in bound to affect the career of the large number of the candidates who are appeared in the exam, including your daughter. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് വളരെ ചെറിയ കേസ് സ്റ്റഡിയാണ്. എന്താണ്? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നു. അതിനകത്ത് എന്ത് ചെയ്യുന്നു? റാമ്പറ്റ് ആയിട്ടുള്ള ചീറ്റിംഗ് അലിഗേഷൻ വരുന്നു. അതിനകത്ത് എന്ത് ചെയ്ത് ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെ മകളുണ്ട്. ഓക്കെ, അതൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ബട്ട് അതിൻ്റെ ആൻസർ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നുള്ളതായിരിക്കും. അത് നമ്മൾ കണക്ട് ചെയ്യണോ വേണ്ടയോ, അത് നമ്മളെ കൺസേൺ ആണോ അല്ലയോ എല്ലാം നമുക്ക് സംസാരിക്കാം. So whatever your decision commission takes in the bound to affect the career of the large number of people. ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു എക്സാം കണ്ടക്ട് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിക്കണം, സ്റ്റേറ്റിൻ്റെ മിഷനറി, ഫണ്ടിങ്, ഫങ്ഷൻസ്, മാൻ പവർ, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു ലാർജ് എമൗണ്ട് ഓഫ് റിസോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾക്ക് ഒരു ക്ലാസ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹാൾ വെച്ച് ടെസ്റ്റ് നടത്തുന്ന പോലെ ഒരു റാമ്പറ്റ് ചീറ്റിംഗ് നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു അലിഗേഷൻ എന്ത് എന്ന് വെച്ചിട്ട് നമുക്കിത് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. കാരണം പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ റിസോഴ്സ് ആണ് നഷ്ടപ്പെടുത്തുന്നത്. സോ ഇതിന് പ്രോപ്പറായിട്ട് ഇതിപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം വായിക്കാം. അതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ പറയുന്നതിന് മുമ്പ് വളരെ കൺവീൻസിങ്ങോട് കൂടിയായിരിക്കണം നമ്മൾ ആ ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, ഐ ഷോ യു ദേർ. Identify the different stakeholders. എന്താണ്? Identify the different stakeholders and their interest in the above case. ഇതിനകത്ത് എന്ത് കാര്യമുണ്ട്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൺസേൺ ചെയ്യണം. 2, enumerate the options you have to handle the current situation. എന്ത് ചെയ്യണം? നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് നിങ്ങൾ പറയേണ്ടി വരും. വാട്ട് വിൽ ബി യുവർ ചോയ്സ് ആൻഡ് വൈ? നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഏതാണ് നിങ്ങളുടെ ഓപ്ഷൻ, വിച്ച് ഈസ് യുവർ ഓപ്ഷൻ. ഓപ്ഷൻ മാത്രം പറഞ്ഞാൽ പോരാ, വൈ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. സപ്പോസ് നിങ്ങൾക്ക് വൺ ഓഫ് ദി ഓപ്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷനിൽ എക്സാം റീകണ്ടക്ട് ചെയ്യുന്ന പറയാണ്. ഞാൻ പറഞ്ഞു ഫങ്ഷൻസ്, മെഷീനറി, മാൻ പവർ, റിസോഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നടന്ന വലിയൊരു പ്രോസസ്സാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത്രയും റിസോഴ്സ് ഒരു നിമിഷം കൊണ്ട് എഫക്റ്റീവ് അല്ലാതാക്കി തീർക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ ആക്കണമെങ്കിൽ യു ഹാവ് ഫെയർ ഇനഫ് റീസൺ. അതല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലത്. സോ ഇതെങ്ങനെ നിങ്ങൾ കൺവിൻസ് ചെയ്യും എക്സാമിനറിന്? നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കും? എത്ര ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്? അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? ആ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ എങ്ങനെ കൺവിൻസ് ചെയ്യും ഈ എക്സാമിനറിനെ? ഏതൊക്കെ തിയറീസ് നമുക്ക് ഉപയോഗിക്കാം? Suggest the measures that you would take to make sure that similar situation does not arise in the future. Similar situation does not arise in the future. This will be ഒരു ഫോർകാസ്റ്റിംഗ് എന്താ പറയുക സ്റ്റെപ്പാണ്. ഇതിങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. ബട്ട് ആദ്യത്തെ 2 നിങ്ങൾ എങ്ങനെ എഴുതും? അതാണ് മേജർ ചലഞ്ചിങ് പോയിന്റ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കാം. വൈ. നിങ്ങൾ എന്ത് ഓപ്ഷൻ എടുക്കുന്നല്ല, വൈ, എന്തുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ എടുത്തു, അതാണ് ഇവിടെ മാറ്റർ. So first thing first, introduction. The given case study provides situation apparent rampant cheating took place in State Public Service Commission. So വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്, ഇൻട്രൊഡക്ഷൻ ആണ്. എന്താ പറയാ, വലിയ കോംപ്ലക്സ് ആക്കിയിട്ടില്ല. ഓക്കെ, കാരണം ഇതിനകത്ത് കൂടുതലും നിങ്ങൾക്ക് ഇൻപുട്ട് നൽകാൻ വരുന്ന ബോഡിയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ബോഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് എക്സാമിനറെ ബോധിപ്പിക്കുക. അതിന് വേണ്ടിയുള്ള ഇൻട്രൊഡക്ഷൻ മാത്രം നൽകുക. കാരണം നമ്മുടെ ഗെയിം എവിടെയാണ്? ബോഡിയിലാണ്. ഫസ്റ്റ് അവരെന്താ എക്സാമ്പിൾ ചോദിച്ചത്? ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്? മറക്കരുത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാന്ന് മാത്രമല്ല ഇൻട്രസ്റ്റും കൂടി ചോദിച്ചിരിക്കുന്നത്. ഹോണസ്റ്റ് ആൻഡ് മെറിറ്റോറിയസ് സ്റ്റുഡൻറ്. എങ്ങനെ?
They work hard to clear the exam. If no decision is taken, cheaters might clear the exam. അവിടെ ഒരു ഇൻജസ്റ്റിസ് നടക്കുകയാണ്. സോ അത് നടക്കാൻ പാടില്ല. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെ ബാധിക്കപ്പെട്ടിരിക്കുന്നു, എന്താണ് അവരുടെ ഇൻട്രസ്റ്റ്, ജെനുവിൻ ഇൻട്രസ്റ്റ്. ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയി. സെക്കൻഡ് സ്റ്റേക്ക് ഹോൾഡർ ചീറ്റേഴ്സ് സ്റ്റുഡൻറ്. ആരൊക്കെയാണോ ചീറ്റ് ചെയ്തത്? റിലൈഡ് ഓൺ അൾട്ടോറിയസ് മീൻസ് ടു റൈറ്റ് ദി എക്സാം. No action by the chairman might give them to chance to clear it exam. സെയിം നമ്മൾ ആദ്യം പറഞ്ഞ എന്താണോ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആണിത്. നെക്സ്റ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. എങ്ങനെ? ഡ്യൂട്ടി ടു കണ്ടക്ട് ഫെയർ ആൻഡ് ഫ്രീ എക്സാം. അപ്പാരന്റ്ലി റാമ്പറ്റ് ചീറ്റിംഗ് ടു പ്ലേസ്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടിയാണ് ഫ്രീ ആൻഡ് ഫെയർ എക്സാം. സോ അത് തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ജസ്റ്റിസ് ഷുഡ് ബി ഡെലിവേർഡ്. സോ ലാസ്റ്റത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ജനറൽ പബ്ലിക് ആൻഡ് മീഡിയ. എങ്ങനെയാണ് ജനറൽ പബ്ലിക് ആൻഡ് മീഡിയ? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ബീങ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ദേ എക്സ്പെക്ട് ഇറ്റ് ഫംഗ്ഷൻ ഇൻ എ ഫെയർ മാനർ. സെയിം അതിന്റെ ബേസിക് ഡ്യൂട്ടി ആയിട്ടുള്ള ഫെയർ മാനർ അത് പ്രൊവൈഡ് ചെയ്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? പബ്ലിക് ട്രസ്റ്റ് നഷ്ടപ്പെടും. ബീങ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അത് സംഭവിക്കാൻ പാടില്ല. Next, failure of State Public Service Commission in doing justice means failure of governance and constitutional machinery. See, constitutionalism. നിങ്ങൾക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷണലിസം ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്താണ്? We should uphold the governance factor and also constitutional machinery should be work in smooth way. എങ്കിൽ മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എഫക്റ്റീവ് ആവുള്ളൂ. സോ ഇത്രയാണ് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതൊക്കെയാണ് ഇവരുടെ കൺസേൺ. ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ ആദ്യത്തെ സെക്ഷനിൽ. അത്രേ എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് പല കാര്യങ്ങളും തോന്നും, പല കാര്യങ്ങളും കൺവിൻസ് ചെയ്യാൻ തോന്നും. വളരെ പ്രോപ്പറായിട്ട് ആ ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ നിന്ന് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് എഴുതുക, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എഴുതുക, അവരുടെ ഈ കൺസേൺ എഴുതുക. ഫൈൻ, അത്തരത്തിൽ നിർത്തുക. എന്നിട്ടോ നെക്സ്റ്റ് എന്ത് ചെയ്യാം? ചോദിച്ചത് എന്താണ്? എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്? ഏത് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യാം? എന്തൊക്കെ ഓപ്ഷൻസ് ആണ്? എ, ബി, സി. നോർമലി 3 ഓപ്ഷൻസ് കൊടുക്കുക. ഓക്കെ, അതിനകത്ത് ഒരെണ്ണം റാഷണലും ലോജിക്കലും ആയിരിക്കണം. ബാക്കി 2 മൈറ്റ് ബി എക്സ്ട്രീം. ഓക്കെ, അത് കണ്ടക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വരുത്താൻ പാടായതുമായ കാര്യങ്ങളായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഡു നത്തിങ്. ആസ് എ ചെയർമാൻ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണ്? മേ ബി പല കാര്യങ്ങളുണ്ടാവും, സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ഇതൊരു ഓപ്ഷൻ ആയിട്ട് പറയാണ്. സ്വന്തം മോള് വരെ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാം എഴുതിയിട്ടുണ്ട്. ഇങ്ങനൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻറ് മൈറ്റ് ബി ഡിസപ്രൂവ്ഡ്. അതായത് ഓപ്ഷൻ നമ്പർ 1 ആണ്. ഇതിനകത്ത് എന്താണ് കോൺസിക്വൻസ് എന്ന് പറയുന്നത്? ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻറ് മൈറ്റ് ഗെറ്റ് ഡിസപ്രൂവ്ഡ്. ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻറ് മൈറ്റ് ഡിസപ്രൂവ്ഡ് ആവാം. ചീറ്റർ ഗുഡ് കോട്ട് സക്സസ്ഫുൾ. ഇത് ചീറ്റ് ചെയ്ത ആൾക്കാർ സക്സസ്ഫുൾ ആവാം. ബാഡ് എക്സാമ്പിൾ ഫോർ ദി പബ്ലിക്. എന്തുകൊണ്ട് ഡു നത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വന്തം മകളും ഇതിനകത്ത് അപ്പിയറൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയണ്ട, ആക്ച്വലി കേസ് സ്റ്റഡീസിൽ അത് നമ്മുടെ മാറ്റർ അല്ല. ഓക്കെ, ആക്ച്വലി കേസ് സ്റ്റഡീസ് മാറ്റർ അല്ല. കാരണം വേറെ ഏത് സ്റ്റുഡൻറ്റിനെ പോലെയും ഒരാൾ മാത്രമാണ് ഇതിനകത്ത് ചെയർമാൻ്റെ മകൾ. ചെയർമാൻ്റെ മകൾ ആയതുകൊണ്ട്, ചെയർമാൻ്റെ മകൾ പഠിച്ചത് കൊണ്ട് പാസ്സാവണം, ചെയർമാൻ്റെ മകൾ സത്യമേ പറയുള്ളൂ അതുകൊണ്ട് പാസ്സായേ പറ്റുള്ളൂ. അങ്ങനെയല്ല. എല്ലാ സ്റ്റുഡൻസിനെ പോലും ഈക്വാലിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ ഓപ്ഷൻ എടുക്കുമ്പോൾ ചെയർമാനാണ് ഓപ്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ഓപ്ഷൻ വന്നാലോ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഈ 3 ഓപ്ഷനും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ 3 ഓപ്ഷൻ 2 ഓപ്ഷൻ ഇങ്ങനെയെന്നുള്ളത്. സോ ഓപ്ഷൻ നമ്പർ 1 ഡു നത്തിങ്. ഓപ്ഷൻ നമ്പർ 2 ഇമ്മീഡിയറ്റ് റീ എക്സാം. ഏത്? നിങ്ങളൊരു ഭയങ്കര ഫെയർ എക്സാമിനർ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ് റീ എക്സാമിനേഷൻ പ്രഖ്യാപിച്ചു. പക്ഷെ എന്ത് പറ്റും? സ്കെയിൽ ഓഫ് ചീറ്റേഴ്സ് നോട്ട് എ ഡിറ്റർമൈൻ. ഇതൊരു അലിഗേഷൻ മാത്രമാണ്. എത്രമാത്രം ലാർജ് സ്കെയിൽ ചീറ്റേഴ്സ് ഇതിനകത്തുണ്ട് നമുക്ക് ഇപ്പോഴും അറിയാൻ പറ്റിയിട്ടില്ല. ഇതുള്ളതാണോ ഇല്ലാത്തതാണോ, എത്ര ശതമാനമാണ്, ഇത് ശരിക്കും നടന്നോ അതും അറിയില്ല. ഇതൊരു എന്താ പറയുന്ന അലിഗേഷൻ ആണ്. കൾപ്രിറ്റ് ആർ എറ്റ് നോട്ട് ഐഡന്റിഫൈഡ്. ഇത് ആരാ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല, ചെയ്തിട്ടുണ്ടോ അതും അറിയില്ല. ചീറ്റേഴ്സ് മൈറ്റ് ചീറ്റ് അഗെയിൻ. ഇത് ഇങ്ങനെയാണെങ്കിൽ തന്നെ അതിന്റെ പ്രോപ്പർ കോസ് കണ്ടുപിടിച്ചില്ലെങ്കിൽ അവർ പിന്നെയും ചീറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ ഡു നത്തിങ്, ഒന്നും ചെയ്യുന്നില്ല ചെയർമാൻ, പല ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതിന്റെ കോൺസിക്വൻസ് ഇതാണ്. രണ്ടാമത്തെ ഇമ്മീഡിയറ്റ് റീ എക്സാമിനേഷൻ.
ആസ് യു ആർ എ ചെയർമാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട്, പക്ഷെ എന്ത് പറ്റുന്നു, ചീറ്റേഴ്സ് നോട്ട് എ ഡിറ്റർമിനേറ്റ്, നമുക്ക് കൾപ്രിറ്റിംഗ് കണ്ടുപിടിച്ചിട്ടില്ല. ഇനി അഗെയിൻ ഇതേ പ്രോസസ് സെയിം ചെയ്യുകയാണെങ്കിൽ ഇതേ അലിഗേഷൻ വന്നാലോ, ഒന്നുകൂടി നിങ്ങൾക്ക് എഴുതാം എങ്ങനെ, സ്റ്റേറ്റിന്റെ ഫിനാൻസ് റിസോഴ്സും ഫംഗ്ഷനറീസും മെഷീനറീസും എല്ലാം റീയൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഉപയോഗിച്ച കാര്യങ്ങൾക്ക് യാതൊരു എഫക്റ്റീവ് ഇല്ലാതാവും. ഇനി മൂന്നാമത്തെ, ഇതാണ് നമ്മുടെ ഓപ്ഷൻ. ഈ പറഞ്ഞത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഡു നത്തിങ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇമ്മീഡിയറ്റ് എക്സാമിനേഷൻ വളരെ ബ്ലണ്ടർ ആണ്, കാരണം ഇത്രയും കാര്യങ്ങൾ പ്രൂവൻ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നീട് ഒരു എൻക്വയറി കമ്മീഷനോ രൂപീകരിക്കപ്പെട്ടാൽ നമുക്ക് ഉത്തരമില്ല. ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ നമ്പർ 3, ഡീറ്റെയിൽഡ് സ്ക്രൂട്ടിനി. ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് മൈ ചോയ്സ്. എങ്ങനെ മൈ ചോയ്സ് ആവും? ഇതിലൂടെ എക്സാമിനർക്ക് എന്ത് ചെയ്യണം, കൺവിൻസ് ആയേ പറ്റുള്ളൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാം. ഒന്ന്, ടേക്ക് കംപ്ലൈന്റ് ഫ്രം ഓൾ ദ പാർട്ടീസ്. ഞാൻ ആദ്യം എന്ത് ചെയ്യും, എല്ലാ പാർട്ടീസിന്റെയും ആരൊക്കെയാണ് കംപ്ലൈന്റ് ഉള്ളത്, ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവിടെ കംപ്ലൈന്റ് റിട്ടേൺ മുഖേന വാങ്ങിയെടുക്കും. കണ്ടക്ട് ദ ഡീറ്റെയിൽഡ് സ്ക്രൂട്ടിനി. എങ്ങനെ ഡീറ്റെയിൽ സ്ക്രൂട്ടിനി? ഒന്നാമത്തെ, സ്പെഷ്യലി ഫോക്കസ്ഡ് ഓൺ ഇന്റേണൽ മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഞാൻ റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഡീറ്റെയിൽ സ്ക്രൂട്ടിനി സ്റ്റാർട്ട് ചെയ്യും. എവിടെ സ്ക്രൂട്ടിനി സ്റ്റാർട്ട് ചെയ്യും? ഒന്ന്, മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. രണ്ട്, എക്സാം സെന്റർ കോർഡിനേഷൻ, നടന്ന എക്സാം കോർഡിനേഷനിൽ. ഇൻപുട്ട് ഫ്രം സ്റ്റുഡൻസ്, എഴുതിയ എക്സാം എഴുതിയ സ്റ്റുഡൻസിൽ നിന്നുള്ള ഇൻപുട്ട് എടുക്കും. ഇത്രയും ഡീറ്റെയിൽ സ്ക്രൂട്ടിനി നമ്മൾ എടുക്കും. എന്നിട്ടോ ഇത്രയും സ്ക്രൂട്ടിനി എടുത്തിട്ട് ഇഫ് ഐ ആം സാറ്റിസ്ഫൈഡ്, അതായത് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ വിത്ത് ഇന്റേണൽ സ്ക്രൂട്ടിനി, ഞാൻ എന്ത് ചെയ്യും, കോൾ ഫോർ എ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. ഇറ്റ്സ് എ പ്രോപ്പർ ഡെലിവർ മെത്തേഡ്. ഒരു പ്രോപ്പർ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതായത് ഓൾ പാർട്ടീസിന്റെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്തു, റിട്ടേൺ ഡോക്യുമെന്റ് ആയിട്ട് പരാതി മേടിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, 3 തലത്തിൽ നമ്മൾ എന്ത് ചെയ്തു, സ്ക്രൂട്ടിനി സ്റ്റാർട്ട് ചെയ്തു, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല, സ്ക്രൂട്ടിനി ഇൻവെസ്റ്റിഗേഷൻ. ആ 3 തലത്തിൽ നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞ 3 തലം, അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ഐ ഡയറക്ട്ലി ഗോ വിത്ത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. ഫൈൻ. എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അത് നിയമത്തിന്റെ വഴി പോകും. ശേഷം നമ്മൾ എന്തിന് എൻഷുർ ചെയ്യും, ensure that all cheaters are caught. Internal involved members will caught if they are involved. Any other third group also involved, they also get caught. ഇത്രയും കാര്യങ്ങൾ പോലീസ് ഇൻവെസ്റ്റിഗേഷനിലൂടെ ഞാൻ ഉറപ്പുവരുത്തും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ സാധാരണ സിവിൽ കേസ് പരിശോധിക്കുന്ന പോലെയല്ല, ഒരു ഇമ്മീഡിയറ്റ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കും. കാരണം അത്ര വലിയ മെഷീനറിയും ഫണ്ടും കാര്യങ്ങളും ഉപയോഗിച്ച് നടത്തുന്ന എക്സാം സെന്റർ ആണ്, എക്സാം ആണ്. ഇമ്മീഡിയറ്റ് റീ എക്സാം നടത്തുന്നത് ഇറ്റ് മേ നോട്ട് ബി എ ഗുഡ് ഐഡിയ. ഓക്കെ, സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്നും സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നും. അപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ഞാൻ എഗെയിൻ പറയുന്നു, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഫംഗ്ഷൻ പെർഫോം ചെയ്യാം. അതിനുശേഷം മാത്രമേ നമ്മുടെ കാര്യങ്ങൾ പറയാവുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഫംഗ്ഷൻ പെർഫോം ചെയ്യാത്തത്തോളം കാലം എക്സാമിനെ കൺവിൻസ് ചെയ്യാവില്ല. ഐ ഷോ ഹിയർ. അപ്പൊ നിങ്ങൾക്ക് എക്സാം റീകണ്ടക്ട് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, പക്ഷേ നിങ്ങൾ കൺവിൻസ് ചെയ്യണം. അതിന് വൈ എന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട്, എങ്ങനെ. ഐ ഷോ ഹിയർ. ഇത്രയും പറഞ്ഞു. ഇത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്യും, എന്ത് എൻഷുർ ചെയ്യും, ഈ 3 കാര്യങ്ങൾ. ഒന്ന്, ചീറ്റേഴ്സ് കോട്ട് ചെയ്യും, ഇന്റേണൽ മെമ്പേഴ്സ് ആരും ഇൻവോൾവ് അവരും കോട്ട് ചെയ്യും, എനി അതർ മെമ്പേഴ്സ് അവരും കോട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇഫ് ഐ സാറ്റിസ്ഫൈഡ് വിത്ത് എക്സാം പ്രൊസീജിയർ, ഇത്രയും ചെയ്തു, ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു, എക്സാം പ്രൊസീജിയറിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഐ ഗോ വിത്ത് ദ സെയിം എക്സാം റിസൾട്ട്. ഇതൊരു അലിഗേഷൻ ആണ്. ഓക്കെ, ഇതിനകത്ത് യാതൊരു കാര്യങ്ങളും കുഴപ്പമില്ല. എങ്കിൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, എനിക്ക് റിപ്പോർട്ട് കിട്ടി, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഐ ഗോ വിത്ത് സെയിം റിസൾട്ട്. ഓർ എൽസ്, അലിഗേഷൻ മാത്രമല്ല, ഏതോ പെർസെന്റേജ് സ്റ്റുഡൻസ് ശരിക്കും പറ്റിയിട്ടുണ്ട്. ഓക്കെ, കൾപ്രിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതിന്റെ വ്യാപ്തി നമുക്ക് അളക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഒരാളെങ്കിൽ ഒരാൾ എവിടെയോ എന്തോ കൾപ്രിറ്റ് കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരാൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസ് ആണ് ഇൻജസ്റ്റിസ് ആണ്. റിയൽ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച സ്റ്റുഡൻസിന് വേണ്ടിയുള്ള നീതി നമ്മൾ നടപ്പാക്കിയേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡു എ റീ എക്സാമിനേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് പറയാം റീ എക്സാമിനേഷൻ എങ്ങനെ പറയാം, ഇത്രയും പെർഫോമൻസ് നിങ്ങൾ ഫംഗ്ഷൻ ചെയ്തു, ഇത്രയും ഡ്യൂട്ടി നിങ്ങൾ ഫംഗ്ഷൻ ചെയ്തു. സോ എൻഷുർ ദ ഫർദർ എക്സാമിനേഷൻ ഓഫ് ഫ്രീ ആൻഡ് ഫെയർ. മനസ്സിലായോ? ഇതാണ് രണ്ടാമത്തെ ഉത്തരം. ഏത്, നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ ഏത് ഓപ്ഷൻ എടുത്തെടുക്കും, എന്തുകൊണ്ട്? 3 ഓപ്ഷൻ നമ്മൾ പറഞ്ഞു ആണല്ലോ, 3 ഓപ്ഷൻ നമ്മൾ പറഞ്ഞു. ഫെയർ ആയിട്ടുള്ള നമ്മുടെ ചോയ്സ് 3ാമത്തെ ഓപ്ഷനാണ്. ബാക്കി 2 ഓപ്ഷൻ പറഞ്ഞു, രണ്ടും എക്സ്ട്രീം ആണ്. എടുക്കുന്നതിന് പല തെറ്റുകളും ശരികളും ഉണ്ട്. കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ എക്സാമിനർ എന്ത് ചെയ്തു, കൺവിൻസ് ചെയ്യിച്ചു. എങ്ങനെ? 3ാമത്തെ ഫംഗ്ഷനിലൂടെ, പ്രിഫേർഡ് ഓപ്ഷൻ. ആ പ്രിഫേർഡ് ഓപ്ഷനകത്ത് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ പെർഫോം ചെയ്തു.
ആ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്ന അടിസ്ഥാനത്തിൽ വിൽ ഗെറ്റ് എ റിപ്പോർട്ട്. അതിന്റെ സാറ്റിസ്ഫാക്ടറി അടിസ്ഥാനത്തിൽ നമ്മുടെ സാറ്റിസ്ഫാക്ടറി അല്ല, റിസൾട്ടിന്റെ മെറ്റീരിയലിസ്റ്റിക്, അതായത് സയന്റിഫിക്കലി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തു. ഡെഫിനറ്റ്ലി ദേ വിൽ കൺവിൻസ്. ഓക്കെ, അലിഗേഷൻ അല്ല, വളരെ ലാർജ് എമൗണ്ട് ഓഫ് ചീറ്റിംഗ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഓക്കെ, ചീറ്റേഴ്സ് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ഇതിനു വേണ്ടി പഠിച്ച മെറിറ്റേഴ്സ് ആയിട്ട് സ്റ്റുഡൻസിന് ജസ്റ്റിസ് ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ. ഇതിന് വേറെ എന്ത് ചെയ്യണം? നമ്മൾ അറ്റ് എനി കോസ്റ്റ് നമ്മൾ റീ എക്സാം ചെയ്യും. ഓക്കെ, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ജസ്റ്റിസ് ഡെലിവറി ചെയ്യാൻ വേണ്ടി. പക്ഷേ ഈ പോയിന്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല, ഇത്രയും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയില്ല, ഇത്രയും ഫംഗ്ഷൻ പെർഫോം ചെയ്യാതെ റീ എക്സാം നടത്തുമെന്ന് പറഞ്ഞു. ഇത് നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ പോകും? ഇത്രയും വലിയ ഫണ്ടും മെഷീനറി മാൻ പവറും. പ്രോപ്പറായിട്ട് കാര്യങ്ങളുണ്ടോ? അതിനാണ് വൈ എന്ന് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിനല്ല ഇവിടെ പ്രശ്നം. വൈ, എന്തുകൊണ്ട് നിങ്ങൾ ആ തീരുമാനം എടുത്തു, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ചോദ്യം, നോ റിപ്പീറ്റ് ഇൻ ഫ്യൂച്ചർ. നമ്മൾ എന്തൊക്കെ ചെയ്യും? എൻഷുർ ദ ഓൾ ചീറ്റേഴ്സ് ആർ കോട്ട്. സോ നിലവിൽ നടന്നേക്കുന്ന എല്ലാവരും നമ്മൾ എന്ത് ചെയ്യും? കോട്ട് ചെയ്യും. ഓൾ ചീറ്റേഴ്സ് ആർ കോട്ട്. രണ്ട്, ഇന്റേണലി ഇൻവോൾവ് മെമ്പേഴ്സ് ഓൾസോ കോട്ട്. ഫൈൻഡ് റീസൺ ഫോർ ദ ഡീറ്റെയിൽഡ് ലാപ്സസ് ഇൻ ദ എക്സാം. ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? എൻഷുർ ചെയ്യും. എന്തുകൊണ്ട്? നടന്ന കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി. ഇനി ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കണ്ടക്ട് എ ഫ്യൂച്ചർ എക്സാം അണ്ടർ computer encrypted question paper dispatched at last minute. Second, adequate vigilance presence at exam center. Proper monitoring of exam center and exam hall by drone, CCTV, scanning machine. Then last and final, open complaint channel will be open for any alleged fraud taking place. See, initial നമ്മൾ 3 കാര്യങ്ങൾ എന്താ പറഞ്ഞത്? നടന്ന കറപ്ഷൻ അതെങ്ങനെ ഇല്ലാതാക്കും. അത് കഴിഞ്ഞുള്ള 3 കാര്യങ്ങൾ എന്താ പറയാ? ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെതിരെ എക്സാമിനർ നമ്മൾ ചോദിച്ചത് ഫ്യൂച്ചർ നമ്മൾ നടക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നതാണ്. പക്ഷെ കോംപ്രഹെൻസീവ് ആയിട്ട് നമുക്ക് മാർക്ക് ഫെച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ 3 പോയിന്റ് എന്ത് ചെയ്യാം? കോംപ്രഹെൻസീവ് കവർ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും? ഇത് ഈവൻ ദോ റിപ്പീറ്റേഷൻ വരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ബി പോയിന്റ് വന്ന് സി പോയിന്റ് വരാൻ ശ്രദ്ധിക്കുക. റിപ്പീറ്റേഷൻ ഇല്ലാന്ന് ഉറപ്പുവരെങ്കിൽ മാത്രം നിങ്ങൾ എഴുതുക. ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് കവറേജ് കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഫ്യൂച്ചറിൽ എന്താ നമ്മൾ ചെയ്യും? ഡെഫിനറ്റ്ലി യു വിൽ ഫെച്ച് എ ഗുഡ് മാർക്ക് ഇൻ കേസ് സ്റ്റഡി. സോ അടുത്തൊരു കേസ് സ്റ്റഡി ആയിട്ട് വരുന്നവരെ താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തും. അതല്ല എങ്കിൽ ഞങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, ഒഫീഷ്യൽ ടെലഗ്രാം ചാനൽ ഉണ്ട്. സോ കൈൻഡ്ലി മെസ്സേജ് ദ ഫോർ ദി മോർ ഡീറ്റെയിൽസ്. നമ്മുടെ കേസ് സ്റ്റഡീസ് ആണെങ്കിലും എത്തിക്സ് കോഴ്സിനെ പറ്റിയാണെങ്കിലും. താങ്ക് യു. Gallant IAS, chasing your passion to ace.